നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി വയനാട്ടുകാർക്ക് എന്നും ഗൃഹാതുരത്വം നിറഞ്ഞ അനുഭവമാണ് ഇന്നും വയനാട് ചുരം എന്ന വിളിപ്പേരുള്ള താമരശ്ശേരി ചുരം. ഈ അനുഭവം മനസ്സിൽ നിറച്ച് പൂതാടിയിൽ വീട്ടുമുറ്റത്ത് ചുരത്തിന്റെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് പൂതാടി സ്വദേശി കൂട്ടക്കടവത്ത് രമേശൻ. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്കും വയനാട്ടുകാർക്കും ഒരുപോലെ കൗതുകമുള്ളതാണ് ചുരം. ഈ വഴിയുള്ള യാത്രയിലെ കാഴ്ചകളും മഞ്ഞും തണുപ്പും വെയിലും കാറ്റുമെല്ലാം ഓരോ യാത്രക്കാരന്റെയും മനസ്സിൽ മറക്കാനാവാത്ത അനുഭവമാകും. ഈ അനുഭവം വീട്ടുമുറ്റത്ത് പുനർനിർമ്മിക്കുകയാണ് പൂതാടിയിലെ രമേശൻ. ചുരത്തോടും ചുരം റോഡിനോടും അടങ്ങാത്ത ആവേശം ഉൾക്കൊണ്ടാണ് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ വയനാടൻ ചുരത്തിന്റെ മാതൃക ഉണ്ടാക്കാനും ശ്രമിച്ചതെന്ന് രമേശൻ പറയുന്നു. ആ ചുരത്തിന്റെ ഒരു ആകർഷണീയത മനസ്സിലേക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് എനിക്ക് ചുരത്തിൻ്റെ ആ ഒരു മാതൃകയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് ഞാൻ ഇവിടെ ഉൾക്കൊണ്ടിച്ചു നോക്കാം. ഏകദേശം 2 മാസത്തോളം ചെലവഴിച്ചാണ് ചുരത്തിന്റെ മാതൃക തീർത്തത്. 15,000 രൂപയോളം ചെലവായി. നേരം പോക്കിന് തുടങ്ങിയ നിർമ്മാണം കൗതുക കാഴ്ചയാണ്. നിരവധി പേരാണ് ചുരം കാണാനും ചിത്രം പകർത്താനും എത്തുന്നത്. ന്യൂസ് 18 വയനാട്. ഇടുക്കി കട്ടപ്പന കാഞ്ചിയാറിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. നിരവധി പേരാണ് നായയുടെ ആക്രമണത്തിന് ഇരയായത്. നായ്ക്കളെ പേടിച്ചാണ് തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത്. ദിവസങ്ങളായി കാഞ്ചിയാർ മേഖലയിൽ തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം 2 നായയെ പിടികൂടിയിരുന്നു. എന്നാൽ ആക്രമണകാരിയായ നായയെ പിടികൂടുവാൻ സാധിച്ചിട്ടില്ല. നിരവധി പേർക്ക് കടിയേറ്റു. നായശല്യം രൂക്ഷമായതോടെ കാഞ്ചിയാർ മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും ഭയത്തോടെയാണ് നടന്നുപോകുന്നത്. ഒരു 6 മണി കഴിഞ്ഞ് ഞാൻ പടിഞ്ഞാറായ മുറ്റത്ത് നിൽക്കുമായിരുന്നു. മുറ്റത്തുനിന്ന് പുല്ല് പറിക്കുമായിരുന്നു. അപ്പോൾ കുരിഞ്ഞെന്ന് പറിച്ചപ്പം എൻ്റെ പുറകിൽ കൂടെ വന്നാണ് കടിച്ചത്. ഞാൻ നേരെ തിരിഞ്ഞ് നിൽക്കുമായിരുന്നേ കാണാമായിരുന്നു. അതിന് 1 മണിക്കൂർ മുമ്പേ മുറ്റത്തോടെ വന്ന് അവൻ ഓടിപ്പോയി. അവിടെ തുണി എടുക്കുന്ന വെള്ളമൊക്കെ കണ്ടുകൊണ്ട് അവൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് അടുത്ത പറമ്പിൽ കാട് പിടിച്ചെടുക്കുന്ന പറമ്പ് അങ്ങോട്ട് ചാടി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞാണ് റോഡേ കൂടെ തിരിച്ചു വന്ന്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നിൽക്കാൻ എൻ്റെ കാലേ വന്ന് ഒറ്റ കമ്പിച്ച് അന്നേരം ഞാൻ അറിയുന്നത്. അതേസമയം തെരുവുനായ ശല്യം പരിഹരിക്കുവാൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുവാനാണ് പഞ്ചായത്തിന്റെ നീക്കം. ആക്രമണകാരികളായ നായ്ക്കളെ ഉടൻ പിടികൂടണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതോടെ പട്ടിണിയുടെ വക്കിലാണ് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ അനുവദിച്ച സൗജന്യ റേഷൻ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. തൊഴിൽ ദിനങ്ങൾ കുറച്ചതോടെ ശമ്പളം ലഭിക്കാതിരുന്ന ഇവർക്ക് സൗജന്യ അരി ലഭിച്ചത് പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാൻ സഹായകമായി. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകിയിരുന്ന 25 കിലോ അരി നിർത്തലാക്കുകയും സംസ്ഥാന സർക്കാർ അനുവദിച്ച റേഷൻ അരി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തത് വൻ തിരിച്ചടിയായി. നിലവിൽ 2 കിലോ പുഴുക്കലരിയും ഓരോ കിലോ വീതം പച്ചരിയും കുത്തരിയുമാണ് സർക്കാർ നൽകുന്നത്. അംഗങ്ങൾ കൂടുതലുള്ള വീട്ടിൽ ഇതുപയോഗിച്ച് മാസം കടന്നുപോവുക അസാധ്യമാണ്. ഇതോടെ കൂടുതൽ പണം നൽകി തൊഴിലാളികൾക്ക് പുറത്തുനിന്നും അരി വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. സംഭവത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഒരു കുടുംബത്തിൽ 4 പേരുടെ വശത്ത് വന്നാൽ 16 കിലോ அரிசியும் அதல்லாமல் 20 கிலோ அரிசி இலவசமாக இப்படி 36 கிலோ அரிசி கிடைத்து கொண்டிருந்த இந்த நேரத்தில் இப்பொழுது 2 கிலோ பச்சரிசியும் 2 கிலோ புழுங்கல் அரிசியும் வைத்து 8 கிலோ 4 பேர் இருக்கக்கூடிய ஒரு குடும்பத்தில் 8 കിലോ അരിസി മാത്രമാണ് വിനിയോഗം ചെയ്യപ്പെടുന്നത്. തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ശമ്പള വർധനവിനായി സർക്കാരിന്റെ കനിവ് കാത്തു കഴിയുമ്പോഴാണ് ലഭിച്ചിരുന്ന റേഷനരിയും വെട്ടിക്കുറച്ചിരിക്കുന്നത്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് അരിവിഹിതം വർദ്ധിപ്പിക്കണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ധോണിയിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന ഉണങ്ങിയ ഈട്ടിമരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ഇക്കാര്യം ഉന്നയിച്ച് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ധോണിക്ക് സമീപം പയറ്റാംകുന്നിലാണ് റോഡരികിൽ ഉണങ്ങി നിൽക്കുന്ന ഈട്ടിമരമുള്ളത്. ഏത് നിമിഷവും നിലം പൊത്താറായ മരം
യാത്രക്കാരുടെ പേടി സ്വപ്നമാണ്. അപ്പോൾ അധികാരികൾ ഇത് ഒരു കണ്ണും ഇതിലാണ്ട് നോക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ വിഷയം വല്ലാത്ത വിഷയമാണിത്. എപ്പോഴും നമ്മളോട് മുറിച്ച് മാറ്റാൻ പറഞ്ഞ് പഞ്ചായത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ PWD കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ശ്രദ്ധ കുറവാണെന്നാണ് ഞാൻ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ റോഡരികിലുള്ള ഈ വീട്ടിയെ മുറിച്ച് മാറ്റില്ലെങ്കിൽ വലിയൊരു ആപത്ത് നാട്ടുകാർ നേരിടേണ്ടി വരും. മുൻപ് മറ്റൊരു മരം വീണ് ഇവിടെയുണ്ടായ ദുരന്തം നാട്ടുകാർ ഞെട്ടലോടെയാണ് ഓർക്കുന്നത്. ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 4 വർഷത്തിനായിട്ട് ഇതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ പലവട്ടം സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ യാതൊരു ആക്ഷൻ വരെ ഉണ്ടായിട്ടില്ല. ഒരു വലിയ അപകട സാധ്യതയാണ്. കാരണം ഇതിന് മേളിൽ നമുക്ക് 11 kV ലൈൻ വരെ കാണുന്നുണ്ട്. മേളിലേക്ക് പൊട്ടി വീണാൽ ഏറ്റവും വലിയ അപകടം ജനങ്ങൾക്കും ഒക്കെ നാട്ടുകാർക്കും മൊത്തത്തിൽ അപകടം ഒരു സംഭവമാണ്. മരം മുറിച്ചു മാറ്റാൻ PWD ആണ് നടപടി സ്വീകരിക്കേണ്ടത്. എന്നാൽ നിരവധി തവണ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ ആലോചന. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം നാവായിക്കുളം വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് ദിവസങ്ങളായി. പകരം ഓഫീസർ വരാതായതോടെ അത്യാവശ്യ രേഖകൾ കിട്ടാതെ നിരവധി പേരാണ് ബുദ്ധിമുട്ടുന്നത്. വർക്കല താലൂക്കിലെ ഏറ്റവും വലിയ വില്ലേജാണ് നാവായിക്കുളം. നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ വില്ലേജും ഇതാണ്. നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസേന വില്ലേജ് ഓഫീസിൽ എത്തുന്നത്. ഒരു വർഷത്തിനിടയിൽ പല തവണകളിലായി 4 വില്ലേജ് ഓഫീസർമാരാണ് ചുമതലയേറ്റത്. എന്നാൽ അവരെല്ലാം സ്ഥലം മാറിപ്പോയി. ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ഓഫീസറും പോയിട്ട് 2 ആഴ്ചയാകുന്നു. ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് മേടിച്ചിട്ടുള്ളത് നാവായിക്കുളം വില്ലേജില്ല പഴയ വില്ലേജ് ഓഫീസറായിരുന്ന ജയബാബു സാറാണ്. നാവായിക്കുളം സ്വദേശിയായ ജയബാബു സാറാണ്. അദ്ദേഹത്തിന് കണക്കുള്ള നല്ല ഉദ്യോഗസ്ഥരുണ്ടായിരുന്ന ഒരു വില്ലേജ് ഓഫീസാണ് ഇവിടെ. നല്ല രീതിയിൽ സേവനം നടത്തിക്കൊണ്ടിരുന്ന വില്ലേജ് ഓഫീസാണ്. പക്ഷേ ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർ വാഴാത്തൊരു സ്ഥലമായിട്ട് നമ്മുടെ നാവായിക്കുളം വില്ലേജ് മാറുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്ത് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണത്തിന്റെയും പെൻഷൻ പദ്ധതി പുതുക്കേണ്ടതായ അവസാന മാസം ആയതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കായി വൻ തിരക്കാണ്. പലരും രാവിലെ വന്ന് കാത്തുനിന്ന് നിരാശരായി മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. സത്യം പറഞ്ഞാൽ വില്ലേജിൻ്റെ നിരന്തരം നടത്തിയ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇവിടെ ഈ പ്രദേശവാസികൾ ഈ നാവായിക്കുളം വില്ലേജിനകത്ത് വരുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇതിൻ്റെ കാരണം. വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷകൾ നൽകുന്ന സമയമായതിനാൽ ജനം വലിയ ബുദ്ധിമുട്ടിലാണ്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അടിയന്തരമായി സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നുമാണ് ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ന്യൂസ് 18 നാവായിക്കുളം. കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പുനലൂർ നഗരസഭയുടെയും നേതൃത്വത്തിൽ തൊഴിൽമേള ഇൻസൈറ്റ് 2023 സംഘടിപ്പിച്ചു. പുനലൂർ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ 5000 ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത്. കശുവട്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. ഫിനാൻസ്, സെയിൽസ്, ബാങ്കിംഗ്, ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം, ഓട്ടോമോട്ടീവ്, IT, ES, മെഡിക്കൽ, റീറ്റെയിൽ, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ നിന്നും നിരവധി ഒഴിവുകളിലേക്കായി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി 47 കമ്പനികൾ തൊഴിൽമേളയുടെ ഭാഗമായി. ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമായി 1400-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ പാതയോരത്ത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അപകടരംഗം പുനരാവിഷ്കരിച്ച അന്വേഷണ സംഘം. തൊടുപുഴയ്ക്കടുത്ത് മഞ്ചിക്കല്ല് റോഡരികിൽ മൃതദേഹം കണ്ടെത്തിയ അതേ സ്ഥലത്താണ് പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം അപകടരംഗം പുനരാവിഷ്കരിച്ചത്. ഉടുമ്പന്നൂർ സ്വദേശിയും ബസ് കണ്ടക്ടറുമായിരുന്ന പുതുമനയിൽ റോബിൻ ജോയിയെയാണ് ജനുവരി 10 പുലർച്ചെ ദുരൂഹ സാഹചര്യത്തിൽ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനുവരി 10 പുലർച്ചെയാണ് റോബിൻ ജോയിയെ ദുരൂഹ സാഹചര്യത്തിൽ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അന്നേ ദുരൂഹത ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ജെയിംസും സംഘവും സംഭവസ്ഥലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം നേരിട്ടെത്തി അപകടരംഗം പുനരാവിഷ്കരിച്ചത്. രംഗം പുനരാവിഷ്കരിക്കുന്നതിനായി അപകടത്തിൽപ്പെട്ട ബൈക്ക് സ്ഥലത്തെത്തിച്ചു. റോബിന്റെ അതേ വലിപ്പവും തൂക്കവുമുള്ള വ്യക്തിയെ ഉപയോഗിച്ചാണ് അപകടം പുനരാവിഷ്കരിച്ചത്. ഇതുവഴി യഥാർത്ഥ മരണകാരണം കണ്ടെത്താനാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ജനുവരി 9 പുലർച്ചെ 12-നും 2:30-നും ഇടയിലാണ് മരണം നടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്തായാലും സീൻ റീക്രിയേറ്റ് ചെയ്തതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നടപടികൾ ക്രമങ്ങളും
അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നതിന് ശേഷമേ നമുക്കത് ബാക്കി എന്താണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. എങ്കിലും കൂടുതൽ വ്യക്തമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആ കേസ്. സംഭവ സ്ഥലത്ത് നിന്നും കൂടുതൽ തെളിവുകളും സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷമേ ഉദ്യോഗസ്ഥർ അന്വേഷണം സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയെല്ല് പൊട്ടിയതും കരളിനും നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതവുമാണ് മരണകാരണമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റബ്ബർ ടാപ്പിങ്ങിന് പോയവരാണ് വഴിയിൽ വീണുകിടന്ന നിലയിൽ റോബിനെ കണ്ടത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു റോബിൻ. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിൽ കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ ക്വാറികളിൽ നിന്നും എത്തിക്കുന്ന കരിങ്കല്ലുകൾ അനധികൃതമായി സംഭരിച്ചിരിക്കുന്ന കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. നിരവധി ടോറസ് ലോറികളും ടൺ കണക്കിന് പാറയും പോലീസ് പിടിച്ചെടുത്തു. തൊടുപുഴ ഷാപ്പുംപടിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തോട് ചേർന്നാണ് അനധികൃത കരിങ്കൽ സംഭരണവും വിതരണവും. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ക്വാറികളിൽ നിന്നെത്തിക്കുന്ന കരിങ്കൽ സംഭരണ കേന്ദ്രങ്ങളിലിട്ട് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വിൽപ്പന. ഇതിനായി പ്രത്യേക യന്ത്രവും ഇവിടെ ക്രമീകരിച്ചിരുന്നു. ഖനന ലോബിയുടെ നേതൃത്വത്തിൽ കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലേക്ക് രാത്രി കരിങ്കൽ കടത്തുന്നതായി തൊടുപുഴ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കരിങ്കല്ലുമായി പിടികൂടിയ 3 ലോറികൾ തുടർ നടപടികൾക്കായി പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറി. അനധികൃത പാറ ശേഖരണം സംബന്ധിച്ച റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. തൊടുപുഴയിലെ ഷാപ്പുംപടിയിലുള്ളൊരു നിർമ്മാണത്തിലിരിക്കുന്നൊരു കെട്ടിടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഏകദേശം ഒരു 100 ലോഡോളം പാറ ഇപ്പോഴും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട പാറയാണ്, കൂടാതെ DR കെട്ടുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും വാച്ച് ചെയ്തുകൊണ്ടാണ് ഈ രാത്രി 11 മണിക്ക് ശേഷം യാതൊരുവിധ പത്രമോ പാസോ ഇല്ലാതെ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് ഈ ലോറി പോകാനായിട്ടൊരുങ്ങി തടഞ്ഞു നമ്മൾ പോലീസ് പിടിച്ചിട്ടുള്ളത്. പോലീസ് പരിശോധനയിൽ പെരുമ്പാവൂർ സ്വദേശിനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറികളെന്ന് കണ്ടെത്തി. രാത്രികാലങ്ങളിലാണ് ഇവിടേക്ക് കല്ല് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ അതിനാണ് പാറ എത്തിക്കുന്നതെന്നായിരുന്നു നാട്ടുകാർ കരുതിയത്. നിലവിൽ 100 ലോഡിലേറെ കരിങ്കല്ല് സ്ഥലത്ത് സംഭരിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി DR കെട്ടുന്നതിനാണ് പാറ എത്തിച്ചതെന്നാണ് സൈറ്റ് എഞ്ചിനീയർ പോലീസിന് നൽകിയ വിശദീകരണം. എന്നാൽ പാറ എത്തിക്കുന്നതിന് പാസോ മറ്റ് രേഖകളോ ഇവരിൽ നിന്നോ ലോറിയിൽ നിന്നോ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് കിഴക്കംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ടത്തോടനുബന്ധിച്ചൊരുക്കിയ തെയ്യങ്ങളുടെ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഫോട്ടോഗ്രാഫർ സുരേഷ് ചെരിച്ചിലാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. കളിയാട്ടക്കാവുകളിൽ ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, മനുഷ്യ മനസ്സുകളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന തെയ്യങ്ങൾ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കെട്ടിയാടിയ 20ഓളം തെയ്യങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 120ഓളം ചിത്രങ്ങളാണ് കിഴക്കുംകര സ്വദേശിയായ ഫോട്ടോഗ്രാഫർ സുരേഷ് ചെരിച്ചിൽ ഒരുക്കിയ പ്രദർശനത്തിലുള്ളത്. മടപ്പുരയിൽ ഒറ്റത്തവണ മാത്രം കെട്ടിയാടുന്ന അന്തിത്തിറ തെയ്യത്തിന്റെ ചിത്രമാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. മുത്തപ്പൻ മടപ്പുരയിൽ മാത്രം കെട്ടിയാടുന്ന അന്തിത്തിറ എന്ന് പറഞ്ഞ ഒരു തെയ്യമുണ്ട്. അതുകൊണ്ട് ആരും അധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അത് പുതിയ അന്തിത്തിറ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മുത്തപ്പൻ മടപ്പുര കെട്ടിയാൽ മാത്രം അത് ഒരു പ്രാവശ്യം ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഏറെ നാളത്തെ പ്രയത്നം കൊണ്ടാണ് ചിത്രങ്ങൾ പകർത്തിയത്. സ്ഥിരമായി കെട്ടിയാടുന്നതും അപൂർവമായി മാത്രം കണ്ടുവരുന്നതുമായ തെയ്യങ്ങളെല്ലാം സുരേഷ് ചെരിച്ചിൽ തന്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ടും കുരുത്തോലയും മുഖത്തെഴുത്തുമായുള്ള തെയ്യരൂപങ്ങളെല്ലാം മിഴിവാർന്ന ചിത്രങ്ങളായി കളിയാട്ട സന്നിധിയിലെത്തുന്ന കാണികളുടെ കയ്യടി നേടുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. തിരുവനന്തപുരം പനച്ചിമൂട് പഞ്ചാങ്കുഴി സ്വദേശി ബോബനാണ് തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ചികിത്സയ്ക്കൊക്കെ വളരെയധികം പൈസ ചെലവുണ്ട്. ഇനി നേരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കാതെ യാതൊരു വഴിയില്ല. ബോബിന് 7 വർഷം മുൻപായിരുന്നു വൃക്കരോഗം പിടിപെടുന്നത്. കരാർ പണിയിൽ ഭീമമായ നഷ്ടം നേരിട്ട വേളയിൽ തന്നെയാണ് രോഗവും ബാധിച്ചത്. ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതോടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സ ബോബനെ കൂടുതൽ കടക്കെണിയിലാക്കി.
ആകെയുള്ള 9 സെന്റ് സ്ഥലം പണയപ്പെടുത്തി ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് വായ്പ തരപ്പെടുത്തിയായിരുന്നു കരാർ പണികൾ നടത്തിവന്നിരുന്നത്. ഇപ്പോൾ ബാങ്കിൽ പലിശയും മുതലും ഉൾപ്പെടെ 20 ലക്ഷം രൂപയിലധികം ബാധ്യതയുണ്ട്. പോരാത്തതിന് ജപ്തി ഭീഷണിയും. ഭാര്യ റെജീന, വിദ്യാർത്ഥികളായ അജൽ, അജിൻ എന്നിവർ അടങ്ങുന്ന ഈ ചെറു കുടുംബത്തിൽ സുമനസുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ബോബന്റെ നില അതീവ ഗുരുതരമായതോടെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ദിവസം കഴിയുന്തോറും ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. എത്രയും വേഗം സർജറി ചെയ്ത് കിഡ്നി മാറ്റി വച്ചില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. പക്ഷെ അതിന് സാമ്പത്തിക പ്രശ്നമാണ് വളരെയധികം പ്രശ്നമായിട്ട് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താനാകൂ. ഇതിലേക്ക് ലക്ഷങ്ങൾ ചിലവ് വരുമെന്നിരിക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ഈ കുടുംബം. ബോബന്റെ ചികിത്സാ സഹായത്തിലേക്ക് വേണ്ടി വെള്ളറടയിലെ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പാറശാല. 3 പതിറ്റാണ്ട് മുൻപ് കാണാതായ മകനെ തേടുകയാണ് ഒരമ്മ. തൊടുപുഴ മണക്കാട് സ്വദേശിനി ഗിരിജയാണ് 1994 ഡൽഹിയിലെ താമസ സ്ഥലത്ത് നിന്നും നഷ്ടപ്പെട്ട മകൻ സജൻ കുമാറിനെ തേടുന്നത്. ഒരിക്കൽ കൂടി തന്റെ മകനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം മാത്രമാണ് 70-കാരിയായ ഈ അമ്മയ്ക്കുള്ളത്. 1990കളിലാണ് ഡിഫൻസ് മിനിസ്ട്രിയിൽ ജോലിയുള്ള ഭർത്താവ് ചന്ദ്രശേഖരൻ നായരുമൊത്ത് താമസിക്കാൻ മകൻ സജനെയും മകൾ സ്നേഹയെയും കൂട്ടി ഗിരിജ ഡൽഹിയിലെ RK പുരത്തെത്തുന്നത്. ഇലക്ട്രോണിക്സ് മോഹമുള്ള മകനെ മാതാപിതാക്കൾ RK പുരത്ത് തന്നെയുള്ള കേരള പബ്ലിക് സ്കൂളിലാണ് പഠിക്കാൻ അയച്ചത്. എന്നാൽ 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ സജന് മാർക്ക് കുറഞ്ഞുപോയി. ഇതേ ചൊല്ലി പിതാവ് ശകാരിച്ചു. ഇതിൽ മനം നൊന്ന സജൻ രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. 1994 ഓഗസ്റ്റ് 17 ശനിയാഴ്ചയായിരുന്നു സംഭവമെന്ന് മാതാവ് ഗിരിജ ഓർക്കുന്നു. അവൻ പറഞ്ഞിരുന്ന ഇലക്ട്രോണിക്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്ക് ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും പഠിപ്പിച്ചൊരു ചെറിയ കടയിട്ട് തന്നാലും മതി എന്നാണ് മോൻ പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ് അതല്ല, പഠിച്ചിട്ടൊരു ഗവൺമെൻറ് ജോലി നേടണം നീ, അങ്ങനെ മതിയെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ അവനതിന് എതിർപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം വഴക്കും പറഞ്ഞ അടിയൊക്കെ കൊടുത്തപ്പം പിറ്റേ ദിവസം ആളെ കാണാനില്ല. മകനെ കാണാതായ സംഭവത്തിൽ അന്ന് തന്നെ RK പുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ UPയിലെ മാരുതി കമ്പനിയിൽ താൽക്കാലിക ജോലി ലഭിച്ചതായി സൂചിപ്പിച്ച് സജൻ കുമാർ ഡൽഹിയിലുള്ള മാതാവിന് കത്തയച്ചിരുന്നു. 2 മാസം കൂടുമ്പോൾ മകന്റെ കൈയക്ഷരത്തിൽ തന്നെയുള്ള കത്ത് വരുമായിരുന്നുവെന്ന് ഗിരിജ പറയുന്നു. പോയി കഴിഞ്ഞിട്ട് ലെറ്റർ അയക്കുമായിരുന്നു. ഞാൻ ഉത്തർപ്രദേശിലാണ്, മാരുതി കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അമ്മയെ കാണാൻ വരും. അപ്പം അച്ഛൻ എന്നെ എതിർക്കരുത്, ഞാൻ പുറത്തു നിന്നാണെങ്കിലും കണ്ടിട്ട് പൊക്കോളാം എന്നും പറഞ്ഞു. പക്ഷെ വന്നില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞു ഞാൻ +2 പാസ്സായി, ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുവാണ്, ഞാൻ ബാംഗ്ലൂർക്ക് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും അറിയില്ല, വന്നുമില്ല. വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. 1996 ജോലിയിൽ നിന്നും വിരമിച്ചതോടെ ചന്ദ്രശേഖരൻ നായരും കുടുംബവും തിരികെ നാട്ടിലേക്ക് മടങ്ങി. 12 വർഷം മുമ്പ് ചന്ദ്രശേഖരൻ നായർ മരിച്ചു. മകളെ വിവാഹം കഴിച്ചയക്കുകയും ചെയ്തതോടെ ഗിരിജ ഒറ്റയ്ക്കായി. ഇതിനിടെ മകനെ പലരും ബോംബെയിലും ചെന്നൈയിലും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വെച്ച് കണ്ടതായി അറിയിച്ചു. മകനെ കാണാൻ സാധിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കുള്ളത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധയിനം കൃഷികൾക്ക് തുടക്കമായി. പഞ്ചായത്ത് അംഗം സുനിത രാജിന്റെ നേതൃത്വത്തിലാണ് കൃഷി. രണ്ടു വർഷത്തിനിടെ നിരവധി വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. 1.5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി. മുരിങ്ങംപുറായി എടലംപാട്ടാണ് സുനിത രാജന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത്. എള്ളാണ് ഇവിടെ പ്രധാനമായും വളർത്തുന്നത്. കൂടെ ഇഞ്ചി, മഞ്ഞൾ, കാച്ചൽ, ചേമ്പ് എന്നിവയും കൃഷി ചെയ്യുന്നു. ഇതിനായി സ്ഥലം ഉൾപ്പെടെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ കൃഷി ആരംഭിക്കുന്നത് എള്ള് കൃഷി, അതുപോലെ തന്നെ ട്യൂബർ ക്രോപ്സ്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളായ ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയാണ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ ഇടവിള കിറ്റ് എന്ന രൂപത്തിൽ ജനകീയാസൂത്രണം പദ്ധതിയിൽ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവർക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. കുഞ്ഞാലി പാണ്ടികശാലയാണ് കൃഷിക്കായി സ്ഥലം വിട്ടു നൽകിയത്. ജലസേചന സൗകര്യത്തിനായി കുഴൽക്കിണറും നിർമ്മിച്ചിട്ടുണ്ട്. പ്രദേശത്തെ പരമ്പരാഗത കർഷകനായ ചെറുകുളത്തിൽ ഇസ്മായിലിന്റെ ഉപദേശവും പിന്തുണയും കൂടി ലഭിച്ചതോടെ സധൈര്യം കൃഷിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു.
ഞാൻ നമ്മളെ വാർഡിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ്. അദ്ദേഹത്തിനെല്ലാം ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എന്താണ് കൃഷി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലിപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് കൃഷിയാണ് ഇവിടെ നടാൻ പറ്റിയതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എള്ളാകുമ്പോൾ അധികം നനവ് വേണ്ട, നല്ല കയറൊക്കെ വേണം, ശ്രദ്ധിക്കണം, പക്ഷേ കള വരുന്നതൊക്കെ ശ്രദ്ധിക്കണം, പക്ഷേ അധികം നനവില്ലാത്തതിനോണ്ട് അത് പെട്ടെന്ന് വളർന്നു പോകുന്നുള്ളൂ. കാരശ്ശേരി കൃഷിഭവന്റെ പിന്തുണയും കരുത്തായി. എള്ള് കൃഷി ഈ പ്രദേശത്ത് വിജയമാവുമെന്നാണ് ഇവർ കരുതുന്നത്. നിരവധി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധയാർജിച്ച കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ ഇനി ശ്രദ്ധയാർജിക്കാൻ പോകുന്നത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. കോഴിക്കോട് മുക്കത്ത് നിന്നും ന്യൂസ് 18 കേരളത്തിന് വേണ്ടി GN ആസാദ്. കോതമംഗലത്ത് കേരഗ്രാമം പദ്ധതി പ്രകാരം തെങ്ങുകൾക്ക് മരുന്ന് തളിക്കൽ കീരമ്പാറ ആനച്ചിറ പൗലോസിന്റെ കൃഷിയിടത്തിൽ നിന്നും ആരംഭിച്ചു. മരുന്ന് തളിക്കലിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശക്തിവേൽ. ആനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്നറിഞ്ഞാൽ ഓടിയെത്തുന്ന സഹായി കൂടിയായിരുന്നു അദ്ദേഹം. ശക്തിവേലിന്റെ വിയോഗം കുടുംബത്തിനും നാടിനും തീരാ ദുഃഖമാണ് നൽകിയത്. എങ്കിലും വനം വകുപ്പിൽ തന്നെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. വനം വകുപ്പ് വാച്ചറായിരുന്ന ശക്തിവേൽ ഏറെ ഇഷ്ടത്തോടെയാണ് ജോലി ചെയ്തിരുന്നത്. മതികെട്ടൻ ചോലയിലെ ഒറ്റയാന്മാരുടെ സ്വഭാവ സവിശേഷതകൾ ശക്തിവേൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ ശാസിച്ച് അനുനയിപ്പിച്ചിരുന്നു. പ്രായമായ അമ്മയും ഭാര്യയും 4 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ശക്തിവേൽ. ഇഷ്ടപ്പെട്ട ജോലിക്കിടെ ജീവൻ നഷ്ടമായപ്പോൾ തകർന്നത് കുടുംബമാണ്. തോരാത്ത കണ്ണീരുമായി ശക്തിവേലിന്റെ ഓർമ്മകളിൽ കഴിയുകയാണിവർ. നഷ്ടം നികത്താനാവില്ലെങ്കിലും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ട്. ആദ്യഘട്ട നഷ്ടപരിഹാര തുക കൈമാറിയതിനൊപ്പം ഇളയ മകൾ രാധയ്ക്ക് വനംവകുപ്പിൽ ജോലി നൽകുമെന്ന ഉറപ്പും നൽകി. അച്ഛനേറെ സ്നേഹിച്ചിരുന്ന വനംവകുപ്പിൽ തന്നെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. എൻ്റെ ഭർത്താവ് മരിച്ചു. എൻ്റെ മക്കളിൽ 4 മക്കളിൽ ഒരാൾക്ക് വേല കിട്ടി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുമുദ, വനിത, പ്രിയ, രാധിക എന്നിവരാണ് ശക്തിവേലിന്റെ മക്കൾ. ഇവരിൽ 3 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇളയ മകൾ രാധികയാണ് ഇനി അമ്മയുടെയും വലിയമ്മയുടെയും കാവൽക്കാരി. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.